Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Huaweiയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മിഡിൽ റേഞ്ച് ഫോണായ Huawei Nova 7i എന്ന് പറയുന്ന ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് Huawei Nova 7i ന്റെ ഒരു ബോക്സ്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് Huaweiയുടെ ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഫോൺ പുറത്തെടുക്കാം. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് നമ്മൾ Huawei Nova 7i എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോൺ മാറ്റി വെച്ച് ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് നോക്കാം. മുകളിലായിട്ട് ഒരു ചെറിയ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു സിം എജക്ടർ ടൂളും പിന്നെ ഒരു സിലിക്കോൺ കവറും കൂടെ ഒരു യൂസർ മാനുവലാണുള്ളത്. അതുകൂടാതെ ബോക്സിൻ്റെ അകത്ത് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും പിന്നെ ഒരു സാധാ ഇയർഫോണുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ ഫോൺ തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്പീക്കർ യൂണിറ്റും തൊട്ടടുത്തൊരു മൈക്കും പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും പിന്നെ 3.5 mm ഒരു ജാക്കുമാണ് അവിടെ വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് പവർ ആൻഡ് വോളിയോ ബട്ടനും മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു സിം ട്രേ ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ഈ ഫോണിൻ്റെ ഒരു ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 19.5 ആണ്. അതുപോലെ തന്നെ 2310x1080p ആണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 398 pp ആണ് ഫോണിൻ്റെ സ്ക്രീൻ ടു പിക്സൽ ഡെൻസിറ്റി വരുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 83.5% ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോച്ച് കാണാൻ സാധിക്കില്ല, പക്ഷേ കാണാൻ സാധിക്കുന്നത് സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 10 കൂടാതെ Huaweiൻ്റെ തന്നെ EMUI 10 ആണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചിപ്സെറ്റ് ആണെങ്കിൽ ഇത് സിലിക്കോൺ കിരിൻ 810 ഒക്ടാ-കോർ പ്രൊസസ്സറുമാണ്. ഇതുകൂടാതെ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ പിന്നെ 256GB വരെ നമുക്കിതിൽ എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി GPU ആണെങ്കിൽ Mali G52 MP6 വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത് 4200 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ 70% ചാർജ് ആവാൻ വേണ്ടത് വെറും 30 മിനിറ്റ് മാത്രമാണ്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. മുമ്പ് വന്നിട്ടുള്ള Huawei Y9Sൻ്റെ ഒക്കെ ഒരു സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ബാക്കിലൊരു ഡിസൈൻ വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു ക്യൂഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന ഈ 4 ക്യാമറയും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. മുമ്പ് വന്നിട്ടുള്ള Huawei Nova 5Tയിലും അതുപോലെ Huawei Y9Sലൊക്കെ വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. എന്നാൽ ഇതിൽ വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ 4 ക്യാമറയും വരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും രണ്ടാമത്തെ ക്യാമറ വരുന്നത് 48 മെഗാപിക്സലിൻ്റെ ഒരു f1.8 അപ്പേച്ചർ വാല്യൂള്ള ഹൈ റെസൊല്യൂഷൻ വരുന്ന ഒരു മെയിൻ ക്യാമറയും മൂന്നാമത്തെ ക്യാമറ വരുന്നത് 2 മെഗാപിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂള്ള ഒരു മാക്രോ ക്യാമറയും ലാസ്റ്റ് ക്യാമറ വരുന്നത് 2 മെഗാപിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂള്ള ഒരു ഡെപ്ത് സെൻസർ ക്യാമറയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ മാക്സിമം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ആണ് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ക്യാമറയിൽ ഒരുപാട് വേറെയും ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു f2.0 അപ്പേച്ചർ വാല്യൂള്ള ഒരു വൈഡ് ക്യാമറ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 1080 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ റിയർ ക്യാമറയിൽ നമുക്ക് മാക്സിമം സൂം ചെയ്ത് വീഡിയോ എടുക്കാവുന്നത് 6x വരെയാണ്. പിന്നെ ഇതിൽ ഗൂഗിളിലെ സപ്പോർട്ട് വരുന്നില്ല. മുമ്പ് ഇറങ്ങിയിട്ടുള്ള Mate 30 Pro അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള Huawei Y7P ഇതിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഫോണിലും ഗൂഗിളിൻ്റെ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്ലേ സ്റ്റോർ അവൈലബിൾ അല്ല. ഇതിന് പകരമായിട്ട് Huaweiൻ്റെ തന്നെ ആപ്പ് ഗാലറിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇതിൽ എല്ലാ ആപ്ലിക്കേഷനും അവൈലബിൾ അല്ല. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇത് ലഭിക്കണമെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തത് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഫിംഗർ പ്രിൻറ്റ് ലോക്കും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. ഇതൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് നമ്മൾ പവർ ഓഫ് ബട്ടൻ്റെ മുകളിൽ തന്നെയാണ്. മുമ്പ് വന്നിട്ടുള്ള നമ്മൾ Huawei Y9Sൻ്റെതും അതുപോലെ തന്നെ Huawei Nova 5Tയിലൊക്കെ വന്നിട്ടുള്ള സെയിം അതേ ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ ഫിംഗർ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയാലും അതുപോലെ തന്നെ ഫേസ് ലോക്ക് ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ സെൻസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സിം ട്രേയിൽ ഒരേ സമയം 2 സിം കാർഡ് ഒരുമിച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയത്ത് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ട്രേ ആണ് വരുന്നത്. ഇതിലിടാൻ പറ്റുന്ന മെമ്മറി കാർഡ് എന്ന് പറയുന്നത് നാനോ സൈസ് മെമ്മറി കാർഡാണ്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള ഫോണിലൊക്കെ മൈക്രോ മെമ്മറി കാർഡാണ്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ടാണ് ഇതിലുള്ള മെമ്മറി കാർഡ് കൊടുത്തിട്ടുള്ളത്, നാനോ മെമ്മറി കാർഡ്. 256 GB വരെയാണ് ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി. ഈ ഒരു മെമ്മറി കാർഡ് അവൈലബിൾ ആവുന്നത് ആമസോണിലാണ്. ഈ ഫോൺ വരുന്നത് 3 കളറിലായിട്ടാണ്. നമ്മളെ കയ്യിലുള്ള സക്കുറ പിങ്ക്, പിന്നെ വരുന്നത് ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക്. ഈ ബ്ലാക്കിൻ്റെ ക്യാമറ മൊഡ്യൂളിലായിട്ട് ഒരു ഗോൾഡ് കളറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്രഷ് ഗ്രീൻ. ഇങ്ങനെ 3 കളറാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 1049 ദിറംസും, ഇനി ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 21,919 റുപ്പീസുമാണ് ഇതിന് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും സാമ്പിൾസ് ഇവിടെ കാണാം. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് നമ്മളെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ Huawei Nova 7i എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.